2 മാസം കൂടുമ്പോൾ ഈ വേനൽ സമയത്തൊക്കെയാണെങ്കിൽ ഒരു 5000, 6000 രൂപയൊക്കെ ബില്ല് വരും. വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല എഫക്റ്റീവാണ്. 5000, 6000 കൊടുക്കുന്നിടത്ത് മാസത്തിൽ 200, 220 രൂപ, 230 രൂപയ്ക്കാണ് നമുക്ക് മാക്സിമം വരുന്നത്. ഇൻസ്റ്റലേഷനൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തു. നല്ല നീറ്റായിട്ടൊക്കെ വർക്കൊക്കെ നല്ല ഫിനിഷ്ഡ് വർക്കായിരുന്നു. എൻ്റെ പേര് സാജൻ ജോർജ്. ഫാമിലി ആണെങ്കിൽ പയ്യനടുത്ത്. ഞങ്ങൾ കറുകുറ്റി പള്ളിയുടെയൊക്കെ സെൻറ്റ് സേവിയേഴ്സ് ഫൊറോന ചർച്ചിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. സോളാർ വയ്ക്കാനുള്ള തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കറണ്ട് ബില്ല് വരുന്നുണ്ടായിരുന്നു. 2 മാസം കൂടുമ്പോൾ ഈ വേനൽ സമയത്തൊക്കെയാണെങ്കിൽ ഒരു 5000, 6000 രൂപയൊക്കെ ബില്ല് വരും. പിന്നെ നമ്മൾ അപ്പോൾ 2 AC ഉണ്ടായുള്ളൂ. പിന്നെ ഒരു AC കൂടി വാങ്ങിച്ചു. അപ്പോൾ 3 AC ആയി. അതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബില്ല് പിന്നെയും കൂടുതലോ എന്ന് വിചാരിച്ച് പിന്നെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും വെക്കണതാണ് നല്ലതെന്നുള്ളതിൽ നമ്മൾ അത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല എഫക്റ്റീവാണ്. 5000, 6000 കൊടുക്കുന്നിടത്ത് മാസത്തിൽ 200, 220 രൂപ, 230 രൂപയ്ക്കാണ് നമുക്ക് മാക്സിമം വരുന്നത്. അപ്പോൾ തന്നെ കാര്യം നമ്മൾ ആദ്യം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും പിന്നെ കുറേശ്ശെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ആദ്യം കൊടുക്കുന്ന പൈസ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കൊല്ലം കഴിയുമ്പോൾ നമ്മൾ കൊടുത്തതൊക്കെ മറക്കും. പിന്നെ ഇത് നമുക്ക് ആയുഷ്കാലമാണല്ലോ, 25 വർഷം വരെ കിട്ടുന്നുള്ള ഇതിൽ എന്തായാലും നല്ലതാണ്. വളരെ ബെനിഫിറ്റായിട്ട് തോന്നിയേക്കണേ. ഞാനത് കാരണം നമ്മുടെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഈ ടീമിൻ്റെ നമ്പർ പറഞ്ഞ് അവരുടെ നമ്പർ കൊടുക്കുകയും അതൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്, ജാതി ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഉണക്കണമെങ്കിൽ ഡ്രയറൊക്കെ വേണം. അപ്പോൾ ഡ്രയർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം തന്നെ 5-6 യൂണിറ്റ് കറണ്ട് വേണം. അപ്പോൾ ഈ സോളാർ ഇല്ലെങ്കിൽ നമുക്കത് കൊണ്ട് കിടക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതും വളരെ ഉപകാരമായി. സാധനം വേസ്റ്റ് ആവേണ്ട, അല്ലെങ്കിൽ മഴയുടെ സമയത്താണല്ലോ ജാതിക്കായൊക്കെ ഉണ്ടാവുന്നത്. ജാതിക്കായ എന്നല്ല, ഏത് സാധനം ഉണക്കാനായിട്ടും നല്ലതാണ്. അപ്പോൾ ഈ സോളാർ ഉള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ പേടിച്ച് ചെയ്യുന്നത്. കാരണം ഓരോ യൂണിറ്റ് കൂടുമ്പോഴും ആ സ്ലാബും മാറുകയല്ലേ. എന്നിട്ട് നമുക്ക് ഈ 220 വെച്ചേ വരുന്നുള്ളൂ. പിന്നെ എനിക്കൊന്ന് കഴിഞ്ഞ ഒരു 6 മാസത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു 2800, 3000 രൂപയോളം LCD ബോർഡിൽ നിന്ന് പാസ്സായിട്ടുണ്ട്. സോളാർ വയ്ക്കണമെങ്കിൽ മുമ്പ് എനിക്ക് 6000 വരെ വന്നിട്ടുണ്ട്. 2 മാസം കൂടുമ്പോൾ ബില്ല് വന്നിട്ടുണ്ട്. ഡ്രയർ യൂസ് ചെയ്യാണ്ട് തന്നെ അത്രയും വരുന്നുണ്ടായിരുന്നു. നമ്മൾ 2 കൊല്ലം അടയ്ക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഇത് വെപ്പിക്കുക. അങ്ങനെയാണ് അത് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ പലരോടും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ ചോദിക്കുക ആരെ വെച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ നമ്പറൊക്കെ കൊടുക്കാറുണ്ട്. സാറ്റിസ്ഫൈഡാണ്. ഇൻസ്റ്റലേഷനൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തു. നല്ല നീറ്റായിട്ടൊക്കെ വർക്കൊക്കെ നല്ല ഫിനിഷ്ഡ് വർക്കായിരുന്നു. എന്തായാലും നമുക്ക് കുറച്ചും കൂടി ഇപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ AC ഒക്കെ ഇടുമ്പോഴായാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ ഈ 500 സ്ലാബ് എന്നുള്ള 600 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് തുടങ്ങിയുള്ളതിനൊക്കെ ഈ റേറ്റ് കൂടുതലോ. നമ്മുടെ KSEBിയുടെ പരിപാടി എങ്ങനെയാണല്ലോ, അല്ലാണ്ട് ആ കൂടുന്നതിന് മാത്രമല്ല. അപ്പോൾ നമുക്ക് യൂണിറ്റിന് 5 രൂപ, 6 രൂപ വരുന്നത് 8 രൂപയാവും, 7, 8, 9 മാറും. അപ്പം അങ്ങനെയാണ് പെട്ടെന്ന് വ്യത്യാസം തന്നെ. അപ്പോൾ ഈ 3000 ഒക്കെ ഇരിക്കുന്നത് സ്ലാബ് അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ 4000-ലേക്ക് 5000-ലേക്കും വരികയാണ്. ഈ ടോട്ടൽ ഒരു 2 രൂപയുടെയൊക്കെ വ്യത്യാസം വരുമ്പോഴേ. അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ എന്തായാലും നമുക്ക് 18 യൂണിറ്റ് വരെ നമുക്ക് എന്തായാലും കിട്ടുമല്ലോ. വേനലിലാണല്ലോ നമുക്ക് കൂടുതൽ ആവശ്യം വരുന്നത്. അപ്പോൾ അത് വളരെ സാറ്റിസ്ഫൈഡാണ്.